നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പാലക്കാട് ജില്ലയിലെ നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിലെ വിധി വന്ന ദിവസമാണ്. പ്രതിയായിട്ടുള്ള ചെന്താമരയ്ക്ക് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ വധശിക്ഷ ലഭിച്ചു. എന്നാൽ ഈ വധശിക്ഷ പ്രഖ്യാപനം കഴിഞ്ഞു. അതിനുശേഷം അതേപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി വരുന്ന ഒരു സമയത്ത് രണ്ട് പ്രതികരണങ്ങളാണ് ഇന്ന് ടി വി ചാനലുകളിൽ കാണാൻ കഴിഞ്ഞത്. ആ രണ്ട് പ്രതികരണങ്ങളാണ് ഞാനിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ആ രണ്ട് പ്രതികരണങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒന്ന് പ്രതിയായിട്ടുള്ള ചെന്താമര കൊലപ്പെടുത്തിയ ആ സുധാകരൻ്റെയും സജിതയുടെയും രണ്ട് പിഞ്ചു പെൺമക്കളുടേതാണ്. മറ്റൊന്ന് ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റേതാണ്. നമുക്കറിയാം 2025 ജനുവരിയിലാണ് സുധാകരനെയും മാതാവ് ലക്ഷ്മിയെയും ഈ ചെന്താമര ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. രോഗിയായ മാതാവായിരുന്നു ലക്ഷ്മി, സുധാകരൻ അവരുടെ മകൻ. ഇതിനൊക്കെ മുമ്പ് 2019 സുധാകരൻ്റെ ഭാര്യ സജിതയെ ചെന്താമര കൊലപ്പെടുത്തുന്നത്. എല്ലാത്തിനും കാരണമായത് ഇയാളുടെ അന്ധവിശ്വാസമാണ്. ഇയാളുടെ എന്തോ ജ്യോത്സ്യൻ പറഞ്ഞു ഇയാളുടെ ഭാര്യയും മക്കളും പിണങ്ങിപ്പോയതിന് കാരണം ഈ സുധാകരൻ്റെ കുടുംബമാണ്, അവർ ദുർമന്ത്രവാദം ചെയ്തതാണ് എന്നുള്ളത്. ഈ ദുർമന്ത്രവാദത്തെ തുടർന്ന് നടത്തിയ ഒരു നരബലി എന്ന് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. കാരണം ആദ്യം സജിതയെ കൊലപ്പെടുത്തുന്നു. സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾ ശിക്ഷിക്കപ്പെടുന്നു. ഇരട്ട ജീവപര്യന്തത്തിന് 3.5 ലക്ഷം രൂപ പിഴയൊടുക്കാനും ശിക്ഷിക്കപ്പെടുന്നു. അതിനുശേഷം ജയിലിലായിരുന്ന ഇയാൾ പുറത്തിറങ്ങി വന്നതിന് ശേഷമാണ് ജാമ്യ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഈ സുധാകരനെയും സജിതയുടെ ഭർത്താവായിട്ടുള്ള സുധാകരനെയും അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്നത്. അതിക്രൂരമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തി. അതിനുശേഷം ഇയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് ഇനിയും കൊലപ്പെടുത്തണം, ഇനിയും ഞാൻ കൊല ചെയ്യും, ആ കൊല ചെയ്യാൻ പോകുന്നത് സുധാകരൻ്റെ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞാണ് ഇയാൾ ജയിലിലേക്ക് പോകുന്നത് 2025 ജനുവരി. ഇപ്പോൾ അതിവേഗം തന്നെ ആ കേസിൻ്റെ വിചാരണ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്നിപ്പോൾ നമുക്കറിയാം ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. 20 ലക്ഷം രൂപ പിഴ ഒടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഈ പിഴത്തുക ഇയാളുടെ ഭാര്യ വിലാസിനിയുടെ വസ്തു വിറ്റിട്ടോ അങ്ങനെയെങ്കിലും കണ്ടെത്തി ഈ ഇതിലെ ഇരകളായിട്ടുള്ളവർക്ക് നൽകണം. അതായത് സുധാകരൻ്റെ 2 പെൺമക്കൾക്കും അതുപോലെ തന്നെ സുധാകരൻ്റെ മാതാവായിരുന്ന ലക്ഷ്മിയുടെ മറ്റു മക്കൾക്കും ആയിട്ട് ഈ തുക വീതിച്ചു കൊടുക്കണം എന്നാണ് കോടതിയുടെ വിധി. ഈ വിധി പ്രസ്താവം കഴിഞ്ഞതിന് ശേഷം ആ 2 പെൺമക്കൾ, അനാഥരായിപ്പോയ ആ 2 പെൺമക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു. അവർ വളരെ അധികം വികാരഭരിതരായിട്ടാണ് പ്രതികരിച്ചത്. അതിൽ മൂത്ത കുട്ടി പറഞ്ഞത് വിധിയിൽ വളരെയധികം സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയും അച്ഛനെയും മുത്തശ്ശിയും ഒക്കെ നഷ്ടമായി, ആ ഭീകര രംഗങ്ങൾ അവർക്ക് ഇപ്പോഴും മറക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അതിനൊപ്പം തന്നെ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇയാളുടെ വധശിക്ഷ ഉറപ്പാക്കണം. ഇയാൾ ഒരു കാരണവശാലും ജാമ്യത്തിൽ പോലും വെളിയിലിറങ്ങാൻ പാടില്ല. വെളിയിലിറങ്ങിയാൽ അയാൾ ഞങ്ങളെയും കൊലപ്പെടുത്തും എന്ന് ഈ കുട്ടികൾ ഭയക്കുന്നു. അയാൾ ജയിൽ ചാടി വന്നിട്ടാണെങ്കിലും കൊലപ്പെടുത്തും എന്നാണ് ആ കുഞ്ഞുങ്ങൾ പറയുന്നത്. അത്രമേൽ ഭീതിതമാണ് അവരുടെ ജീവിതം. നമ്മൾ ഈ കേസ് പുറകിലേക്ക് നമുക്ക് പരിശോധിക്കും. ഈ സജിതയുടെ കൊലപാതകത്തിന് ശേഷം അന്നേ അയാൾ ഭീഷണി മുഴക്കിയിരുന്നതാണ് ബാക്കിയുള്ളവരെ കൊലപ്പെടുത്തും എന്നുള്ളത്. അതിനുശേഷം ഈ ചെന്താമരയ്ക്ക് ജാമ്യം അനുവദിക്കുമ്പോൾ ഒരു മേൽനോട്ട വീഴ്ച അതിൽ ഉണ്ടായി എന്നുള്ളത് വളരെ വാസ്തവമാണ്. ഇയാൾ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് മാത്രമല്ല, അയാൾ അവിടെ എത്തി 2 കൊലപാതകം കൂടി നടത്തി. ഇതിനകത്ത് പോലീസിൻ്റെ ഭാഗത്ത് വളരെയധികം വീഴ്ചയുണ്ട്. ഒരു കാരണവശാലും ഈ പോത്തുണ്ടി ബോയൻ കോളനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സുധാകരനും അമ്മയും മക്കളും ഒക്കെ താമസിച്ചിരുന്നത്. അവിടേക്ക് ഇയാൾക്ക് പ്രവേശനാനുമതി ഉണ്ടായിരുന്നില്ല ജാമ്യവ്യവസ്ഥയിൽ, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞിരുന്ന ആ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇയാൾ ഇവിടെ എത്തിച്ചേർന്നു. ഇത്രയും പ്രമാദമായ ഒരു കൊല നടത്തിയ ഒരു കുറ്റവാളി ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ ഇവിടുത്തെ പോലീസ് സ്വീകരിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിൽ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. അവരിപ്പോൾ അങ്ങനെയല്ല എന്ന് ഏത് തരത്തിൽ പറഞ്ഞാലും അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാനും സാധിക്കാത്തൊരു സംഭവമാണ്. അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയുടെ ഫലമായിട്ടാണ് 2 ജീവൻ കൂടി അയാൾ ബലി കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ അന്ധവിശ്വാസത്തിൻ്റെ മേലുള്ള നരബലികളുടെ എണ്ണം അതോടെ 3 എണ്ണമായി മാറി. അതുകൊണ്ട് തന്നെയാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഭയന്ന് വിറച്ച് നിൽക്കുന്നത്. അവരുടെ ജീവിതം ഇപ്പോഴും നോർമലായിട്ടില്ല. ആ കുട്ടികളുടെ മുഖം തെളിഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് മതിയാവോളം പുഞ്ചിരിച്ച് ഇതുവരെ നമുക്ക് കാണാനും പോലും സാധിച്ചിട്ടില്ല. അവരെപ്പോഴും വളരെ മ്ലാനവതരായിട്ട് വിഷമിക്കുന്ന ഒരു മുഖത്തോടു കൂടിയാണ് നമ്മളെപ്പോഴും അവരെ കണ്ടിട്ടുള്ളത്. ആ കുട്ടികളുടെ ആശങ്കയാണ് ഇന്നിവിടെ പങ്കുവെച്ചത്. കാരണം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയാണ്. ഒരു കാരണവശാലും അയാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സാധ്യതയില്ല. അപ്പീലാണെങ്കിൽ പോലും ജയിലിൽ കിടന്നുകൊണ്ട് തന്നെയാണ് അയാൾ നേരിടേണ്ടി വരിക. മാത്രമല്ല കൊടും ക്രൂരനായ കുറ്റവാളിയാണ്. കോടതി തന്നെ അത് നിരീക്ഷിച്ചു കഴിഞ്ഞു. സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ആധാരമാക്കിയാണ് ഇയാളെ ശിക്ഷിച്ചിരിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ആണ് പ്രധാനമായിട്ടും ഇതിന്
കോടതി ഉപോത്ബലകമായി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നും അരമണിക്കൂറോളം കോടതിയിൽ വാദം നടന്നതിന് ശേഷമാണ് ഇയാൾക്ക് വധശിക്ഷ വിധിച്ചത്. എല്ലാവർക്കും അറിയാമായിരുന്നു ഇയാൾക്ക് വധശിക്ഷ കിട്ടും. പക്ഷേ കോടതിക്ക് മുന്നിൽ പോലും ഇയാൾ അക്ഷോഭ്യനായിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുന്ന ദിവസം ഇയാൾ ജഡ്ജിയോട് പറഞ്ഞത്, ഞാൻ ഗാന്ധിജിയല്ല, ഒരു കാരണം തടിച്ചാൽ മറുകരണം കൂടി കാണിച്ചു കൊടുക്കാൻ ഞാൻ ഗാന്ധിജിയല്ല, ഞാൻ ഇനിയും ആൾക്കാരെ കൊല്ലും, നിങ്ങൾ എന്നെ തൂക്കിക്കൊല്ലാൻ എഴുതിക്കോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും എഴുതിക്കോ, നിങ്ങൾ എന്നെ തൂക്കിക്കൊന്നോ എന്ന അക്ഷോഭ്യനായിട്ടൊരു പ്രതി പറയുമ്പോൾ കോടതി പോലും ഒരുപക്ഷെ അല്പം ആ സമയത്ത് കോടതി പോലും ഒരു നിമിഷത്തേക്ക് ഞെട്ടിത്തരിച്ച് കാണണം. അങ്ങനെയുള്ള ഒരാളാണ് ഈ ചെന്താമര. അയാളുടെ കുറ്റകൃത്യം കൊടും ക്രിമിനലാണ്. വളരെ പതുങ്ങിയിരുന്ന് വലിയ ക്രൂരകൃത്യം ചെയ്യുന്ന കൊടും ക്രിമിനൽ. അയാൾ കൊലപാതകം മാത്രമാണ് അയാൾക്ക്, എനിക്ക് തോന്നുന്നു അയാൾ ഒരു സൈക്കിക് മൈൻഡുള്ള ആളാണ്. അയാൾ ഈ കൊലപാതകത്തിൽ വളരെയധികം അത്രത്തോളം പക അയാളുടെ ഉള്ളിൽ വളർത്തിക്കൊണ്ട് വന്നിട്ടാണ് അയാൾ ഈ കൊലപാതകത്തിലേക്ക് നീങ്ങിയിരിക്കുന്നതെന്ന് വേണം കരുതാൻ. അങ്ങനെ ആ കുട്ടികളുടെ പ്രതികരണത്തിന് ശേഷമാണ് ഈ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഒരു പ്രതികരണം കണ്ടത്. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യം വളരെയധികം ഞെട്ടിക്കുന്നതാണ്. ഈ കൊടും കുറ്റവാളിയെ രക്ഷിക്കാൻ വേണ്ടി പ്രതിഭാഗം വക്കീലിൻ്റെ ചുമതലയാണ് തൻ്റെ കക്ഷിയെ രക്ഷിക്കുക എന്നുള്ളത്. പക്ഷേ അതിനുവേണ്ടി പ്രതിഭാഗം വക്കീൽ നടത്തിയ നീക്കങ്ങൾ ഞെട്ടിക്കുന്നതാണ് എന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെയും പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള ശ്രീ വിജയകുമാറിൻ്റെയും ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേസിൽ ഈ ചെന്താമരയ്ക്ക് വധശിക്ഷ ഉണ്ടായതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ChatGPT സഹായത്തോടു കൂടി ചോദ്യാവലി തയ്യാറാക്കിയാണ് ഇവരെ നേരിട്ടത്, പ്രോസിക്യൂഷനെതിരെ ആ വക്കീൽ നിലകൊണ്ടത് എന്നാണ് പറയുന്നത്. ഇത്ര ക്രൂരമായ മനസ്സുള്ള ഒരു കൊലയാളിയെ ഇനിയും പുറത്തിറങ്ങിയാൽ ഈ മനുഷ്യ സമൂഹത്തിന് തന്നെ ഭീഷണിയായി മാറുന്ന ഒരു കൊലയാളിയെ രക്ഷിക്കാൻ വേണ്ടി ഈ പറയുന്ന പ്രതിഭാഗം വക്കീൽ നടത്തിയ നീക്കങ്ങളെക്കുറിച്ചാണ്. അതായത് ചെന്താമരയ്ക്ക് എതിരായി ഉത്തരം വരുന്ന ഒരു ചോദ്യം പോലും ഇദ്ദേഹത്തിനോട് ചോദിച്ചിട്ടില്ല, അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചിട്ടില്ല, പ്രോസിക്യൂഷനോട് ചോദിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു നിലപാടാണ് ആ വക്കീൽ സ്വീകരിച്ചത്. അതിനുവേണ്ടി അദ്ദേഹം ChatGPTയുടെ സഹായം തേടിയിരുന്നു എന്ന് പോലും പറഞ്ഞിരിക്കുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഈ വാക്കുകൾ വിവാദമാകാം, വക്കീലന്മാരെല്ലാം കൂടെ അദ്ദേഹത്തിനെതിരെ തിരിയാം. പക്ഷേ അപ്പോഴും നമ്മൾ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണിത്. ഒന്ന് ആലോചിച്ചു വേണം. വളരെ വ്യക്തമായിട്ട് ചെന്താമര തന്നെ കൊല നടത്തിയെന്ന് നമുക്കെല്ലാം അറിയാവുന്ന ആ ചെന്താമര തന്നെ സമ്മതിക്കുന്ന ജഡ്ജിയോട് നേരിട്ട് നിങ്ങൾ എന്നെ തൂക്കിക്കൊന്നോളൂ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന മാനസികാവസ്ഥയുള്ള ഒരാളെ രക്ഷിക്കാൻ വേണ്ടി, അയാളെ വീണ്ടും ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇറക്കി വിടാൻ വേണ്ടി ഇത്രയും വലിയ ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു കോടതിയിൽ ഒരു വാദം, അതിനൊപ്പം തന്നെ ക്രോസ് വിസ്താരം ഒക്കെ നടത്തിയ ആ വക്കീലിനെക്കുറിച്ച് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു മറയുമില്ലാതെയാണ് പറഞ്ഞത്. അത് വലിയ വിവാദമായി മാറും. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ വക്കീലന്മാർ തിരിയും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. കാരണം ഒരു വക്കീലിൻ്റെ പ്രൊഫഷനാണ് അവൻ്റെ കക്ഷിയെ രക്ഷിക്കുക എന്നുള്ളത്. പക്ഷേ അതിന് ഇത്തരം നീചമാർഗങ്ങൾ ഉപയോഗിച്ച് ഇത്രയും നീചനായ ഒരു കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നിടത്താണ് നമ്മൾ മനുഷ്യ മനസാക്ഷി പോലും വിറങ്ങലിച്ചു പോകുന്നത്. എന്താണെങ്കിലും ഈ നരാധമൻ ഇനി ജയിലിൽ തന്നെ ഉണ്ടാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇയാൾ ആ കുട്ടികളുടെ ആശങ്കപ്പെടുന്നത് പോലെ ഇയാൾ ജയിൽ ചാടാതെ ഇരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ. കാരണം അത്ര ക്രൂരനായ കൊടും കുറ്റവാളിയാണ്. അന്ധവിശ്വാസത്തിൽ അഭിരമിച്ച് അന്ധവിശ്വാസത്തിൽ ഒരു പുതിയ ലോകം, തൻ്റേതായ ഒരു ലോകം കെട്ടിപ്പടുത്ത് അതിൽ കഴിയുന്ന ഒരു മനോരോഗി കൂടിയാണ് ഇയാൾ പുറത്തിറങ്ങുന്നത് ഈ മനുഷ്യ സമൂഹത്തിന് തന്നെ വലിയ നാശമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് വേണ്ടി അടച്ചുറപ്പുള്ള ജയിലുകൾ ഉണ്ടാവണം. ഗോവിന്ദചാമിയെ പോലുള്ളവർ ഈസിയായിട്ടാണ് ജയിൽ ചാടിപ്പോകുന്നത്. ആ വിധത്തിൽ ഇയാൾ ജയിൽ ചാടാൻ ഇടവരുത്തരുത്. ആ കുഞ്ഞുങ്ങളുടെ ആശങ്ക അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുകൊണ്ട് സർക്കാർ അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത്.